ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇത് ജസ്റ്റ് കുളിച്ചിട്ട് വന്നതേ ഉള്ളൂ കേട്ടോ. ഇപ്പം രാവിലെ അല്ല, വൈകുന്നേരമാണ് കുളിച്ചിട്ട് വന്നത്. അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം എന്റെ ഏച്ചിയേട്ടനും പിള്ളേരെല്ലാരും വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എല്ലാരും ചോദിക്കലുണ്ട്, കുറെ ആയാലും അവരെ കണ്ടിട്ട് അവരെന്നാ വരാത്തെ, നിങ്ങൾ അങ്ങോട്ട് പോവാത്ത എന്താ, അവര് വരലില്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് കുറെ കമന്റ്സ് ഉണ്ടാവലുണ്ട്. ഒന്ന് രണ്ട് പ്രാവശ്യം അവർ വന്നിട്ട് പോയിട്ട് പെട്ടെന്ന് പ്രതീക്ഷിക്കാണ്ട് അപ്പൊ അന്ന് വീഡിയോ എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ ഡിലേ ആയത്. നിച്ചോട്ട് കുളിച്ചിട്ട് വന്നിട്ട് എത്തി നോക്കുന്നുണ്ട്. അപ്പൊ അവരിപ്പൊ എത്തും എല്ലാരും കൂടിയിട്ട്. അപ്പോഴേക്ക് എന്റെ കുളി കഴിഞ്ഞ് നിച്ചൂട്ടി ഉടുപ്പിടാണ്ട് എത്തി നോക്കുന്നേ. വേഗം നിച്ചൂട്ടിന്റെ ഡ്രസ്സെല്ലാം ചെയ്യിപ്പിക്കട്ടെ. കുളിച്ചാ സുന്ദരിയായ ചേച്ചി വരുന്നുണ്ട്. ഏത് രാവിലെ തുടങ്ങിയെന്ന് അറിയാ. എന്താ വരാത്തെ കളിക്കാൻ റെഡിയായി നിക്കുവാ. നിച്ചു ഉച്ചക്ക് മുതൽ റോഡുമ്പോ വന്ന് നിൽക്കാൻ തുടങ്ങിട്ടാ. മാള ചേച്ചി വരുന്നുണ്ടോ നോക്കണം എന്ന് പറഞ്ഞിട്ട് എന്റെ ചേച്ചിനെ വിളിച്ച് ചേച്ചി പറഞ്ഞു ആയിട്ടില്ല വരാനെന്ന് പറഞ്ഞേ. പിന്നെയാണ് അകത്ത് കയറിയത്. ഇപ്പൊ ഇതാ വീണ്ടും ഓള അച്ഛന്റെ കയ്യും പിടിച്ച് പോകുന്നുണ്ടേ. ആയോ വരലായോ നോക്കട്ടെ എന്നും പറഞ്ഞിട്ട്. ഇയാളെ നിച്ചു അപ്പൊ ചന്തേരെ പോയി. നിച്ചു അപ്പൊ ചന്തേരെ പോയി. മാള ചേച്ചി നിച്ചു ഏത് നേരം കാത്തിക്കുന്ന്? ഉച്ച മുതൽ ആ വെയിലത്ത് പോയി നിക്കുന്നുണ്ട്. ഇവരെത്തുമ്പോഴേക്കും നല്ല വൈകുന്നേരം ആയിട്ടുണ്ടായിന്. അതുകൊണ്ട് വന്ന ഉടനെ തന്നെ എല്ലാരും ചായ കുടിക്കാൻ വേണ്ടിട്ട് ഇരുന്നു കേട്ടാ. അമ്മ പറഞ്ഞു ചായ കുടിച്ചോണ്ട് മതി ബാക്കി വർത്താനെന്ന് പറഞ്ഞിട്ട് വന്ന ഉടനെ ചായ കൂടി പരിപാടിയാണ്. മാളോ എന്തിന്റെ വിശേഷം? വന്നുവാ മാള ചേച്ചി വന്നാ? കൊറേ നേരം മുറ്റത്തെല്ലാം നിന്നിട്ട് എല്ലാരോടും വർത്താനെല്ലാം പറഞ്ഞോട്ടെ. നമ്മളെ ബാക്കിലത്തെ സായുമ്മയും എല്ലാരും ഉണ്ടായിന്. അപ്പൊ കുറേ നേരം വർത്താനെല്ലാം പറഞ്ഞിട്ട് പിന്നെ സന്ധ്യ ആയപ്പോ ചേച്ചി പറഞ്ഞു നമുക്കിതെല്ലാം വൃത്തിയാക്കി വെക്കാം, നമുക്ക് നാളെ രാവിലെ ഒരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പൊ വന്നിട്ടുള്ള ഉച്ചക്കേക്ക് നാളത്തേക്കുള്ള ലഞ്ചിന്റെ കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ വന്നിട്ട് അധികം പണിയില്ലല്ലോ. അപ്പൊ ചേച്ചി വരുമ്പോ ഇതാ മത്തന്റെ ഇല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ കൊടുത്തയച്ചതാണ് വരുമ്പോ ഇവർക്ക്. അപ്പോൾ മത്തൻ്റെ ഇല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇങ്ങനെ വൃത്തിയാക്കി കഴുകി മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ നാളത്തേക്ക് പണിയില്ലല്ലോ. അപ്പോൾ അച്ഛൻ കുറേ ദിവസമായി പറയാൻ തുടങ്ങിയിട്ട് മത്തൻ്റെ ഇലയുണ്ട് ഈ സമയത്ത് ഇലയെല്ലാം നല്ലതാണ്, എങ്ങനെ അവിടെ എത്തിക്കുമോ? അച്ഛന് പിന്നെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ ബസ്സെല്ലാം കയറി വരണ്ടപ്പാ. അപ്പോൾ കറക്റ്റ് സമയത്ത് ഇവർ വന്നതുകൊണ്ട് ഇവിടെ എത്തി. എൻ്റെ ചേച്ചി പണിയെടുക്കുന്ന കാണാനുണ്ടല്ലോ, ഒരു പ്രത്യേക രസമാണ്. രസം എന്നല്ല, എന്തൊരു ഫാസ്റ്റായിട്ടാന്ന് പറയുക ചെയ്യുക. ചടപട ഒരു 5 മിനിറ്റ് കൊണ്ടൊരു ഫുൾ പണിയും തീർക്കും. അങ്ങനത്തെ ഫാസ്റ്റ്. നമുക്ക് കാണുമ്പോൾ ഭയങ്കര ചടപടാന്ന് തോന്നും, പക്ഷെ നീറ്റായിട്ട് എല്ലാം ചെയ്തിട്ടും ഉണ്ടാവും. ഞാൻ എൻ്റെ ഇടുന്ന ഏട്ടനോട് പറയലാന്ന്, എൻ്റെ ഇനിയിപ്പോൾ വാവയെല്ലാം വന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രീ ആകുമ്പോൾ എനിക്ക് ചേച്ചീനെ റോൾ മോഡലാക്കണം പണിയെടുക്കുന്ന കാര്യത്തിൽ. ഞാൻ തന്നെ ഫാസ്റ്റായിട്ടാണ് ചെയ്യുക, പക്ഷേ നമ്മളൊന്നും 7 അയലത്തല്ല. ചേച്ചി എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഒരു സംഭവമാണ്, വേഗം തീർക്കും. അപ്പോൾ ഇതാ വേഗം ചടപടാൻ മുറിച്ചിടുന്നുമുണ്ട്. അതും കൂടെ ആയിക്കഴിഞ്ഞാൽ ഏകദേശം പണിയെല്ലാം കഴിഞ്ഞു. എന്നിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതിയല്ലോ. ചേച്ചി അനിയത്തിയും കൂടെ ചോറ് കഴിക്കുന്നുണ്ട്. നിച്ചൂട്ടിക്കും മാള ചേച്ചിക്കും ഇതാ ഡിറ്റേഷൻ കൊടുക്കന്നെ. പദ എഴുതുമോളെ പദ. ഗുഡ് ഗേൾ. എന്റെ മോളെ എല്ലാം പഠിച്ചേ. തറ പറ പന പദ എല്ലാം പഠിച്ചു അല്ലേ കണ്ണേ? ആ മാള ചേച്ചിക്ക് അറിയപ്പാ, മാള ചേച്ചി വലിയ ചേച്ചിയല്ലേ. നിച്ചൂട്ടി എഴുതാൻ പഠിച്ചോന്നല്ല ആരണോ ചോദിക്കലുണ്ടേ. ഇതാ തറ പറ പന പദ ഡിറ്റേഷൻ കൊടുത്തിട്ട് എഴുതിച്ചാണ്. ഗുഡ് മോർണിംഗ്. അപ്പൊ അടുത്ത ദിവസം രാവിലെ ഇപ്പൊ സമയം 7 മണി 7:30 ആയാ? 7:10 ആയിട്ടുള്ളൂ. നമ്മളെല്ലാരും റെഡി ആയിട്ടുണ്ട്. അമ്പലത്തിൽ പോവാൻ പോവാന്ന്. നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഒരു ചടങ്ങ് എന്നല്ല, ഒരു ഇതുണ്ട്. 5-ാം മാസത്തിൽ നമ്മൾ അമ്പലത്തിൽ പോവേ. അത് കഴിഞ്ഞാൽ പിന്നെ ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോവും. അതിന് ശേഷം നമ്മൾ പോവില്ല. അപ്പൊ നമ്മൾ ഇങ്ങോട്ടുള്ള ഒരു ചടങ്ങാണ്. നിങ്ങൾ അങ്ങോട്ട് ഉണ്ടോന്ന് അറിയില്ല. അപ്പൊ ഏതായാലും 5-ാം മാസം കംപ്ലീറ്റ് ആവാൻ പോവാന്ന്. അപ്പൊ ഏതായാലും ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. എല്ലാവരും റെഡി ആവുന്നുണ്ട്. ഇനി ഇറങ്ങട്ടെ. ഗുഡ് മോർണിംഗ്. നിച്ചു അമ്മയും മാളും പൊന്നും എല്ലാം കേറിയിട്ടുണ്ടേ. അമ്മ ഗുഡ് മോർണിംഗ്. Good morning.
നിച്ചെവിടെ പോന്ന് വെച്ചിട്ട് പശുക്കടവിലല്ല അമ്പലത്തില്. അമ്പലത്തിലല്ലേ പശുക്കടവ് നമ്മ അന്ന് പോയില്ലേ അല്ലേ? അത് വേറെ അമ്പലം മോനാ, ഇത് വേറെ അമ്പലം. ഇത് പള്ളിക്കുന്ന് അമ്പലം. പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രം. നിച്ചുട്ടിനെ അന്ന് അരിയെ എഴുതിച്ചിട്ടേ ആ അമ്പലം കേട്ടാ. രണ്ടാള് ബാക്കിൽ തട്ടിയിട്ടുണ്ടേ. അപ്പൊ നമ്മള് അമ്പലത്തിലെത്തിയേ. ഇതാണ് പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രം. നിച്ചുട്ടിന് അരിയിൽ എഴുതിക്കാൻ വന്നിട്ടേ ആ അമ്പലാണേ. കാത്തേക്കാണ്. അമ്മ 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 നമ്മൾ രാവിലെ എണീച്ച് കുളിച്ച് അമ്പലത്തിൽ പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബായിരിക്കൂലേ. എനിക്ക് പൊതുവേ അമ്പലത്തിൽ പോകുമ്പം അധികം തിരക്കൊന്നും ഇല്ലാത്ത അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് അറിയാം ഇഷ്ടം. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള അമ്പലങ്ങൾ ഉണ്ടാവില്ലേ, അവിടെ പോകാനാണ് പൊതുവേ ഇഷ്ടമുള്ളത്. അപ്പോൾ നമ്മൾ അകത്ത് കയറി തൊഴുത് ഇറങ്ങിയിട്ടുണ്ട്. അകത്ത് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അകത്ത് കയറി സമാധാനമായിട്ട് തൊഴുത് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പള്ളിക്കുന്നാന്നേ പോയത്. കണ്ണൂരുകാർക്ക് പറയുമ്പോൾ മനസ്സിലാവുമായിരിക്കും. അവിടുന്ന് ധർമ്മശാല, നമ്മൾ പറശ്ശിനിക്കടവ് പോകുന്ന വഴിയുണ്ടല്ലോ, അവിടം വരെ പോയി കേട്ടാ. അമ്മ പറഞ്ഞു എന്തായാലും മക്കളെ ഈ റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയിട്ട് കഴിപ്പിക്കണമെന്ന്. ഇല റെസ്റ്റോറൻറ്റ് നമ്മൾ പറശ്ശിനിക്കടവ് പോയിട്ട് വരുമ്പോൾ കഴിക്കുന്നതാണ്. അപ്പോൾ അത്രയും ദൂരം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയി. നല്ലൊരു ആംബിയൻസ് ആണ് അവിടെ. അപ്പോൾ ഞാൻ സ്ഥിരം അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ കഴിക്കുന്ന മസാല ദോശ തന്നെയാണ് വാങ്ങിച്ചത്. അങ്ങനെ ഓരോരാൾ ഓരോ കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അപ്പോൾ നമ്മൾ ചായ കുടിച്ചിട്ടുണ്ടല്ലോ, നേരെ തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. കളിപ്പറമ്പിൻ്റെ അടുത്തുള്ള തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അന്നേ വരണം എന്ന് വിചാരിച്ചതാണ്, അമ്മയും പറഞ്ഞതാണ്. അപ്പോൾ അന്ന് വരാൻ പറ്റിയിട്ട്, അപ്പോൾ ഏതായാലും ഇന്ന് തന്നെ ഇടത്തേക്ക് കൂടെ വരാമെന്ന് വിചാരിച്ചിട്ട് നേരെ വന്നതാണ്. ഈ ഒരു അമ്പലത്തിൽ ഞാൻ പണ്ട് വന്നിട്ടുണ്ടായിന്, കല്യാണത്തിനൊക്കെ എത്രയോ മുന്നേ വന്നിട്ടുണ്ടായിന്. പക്ഷെ ഇപ്പോൾ കുറേ ആയി വരാത്ത. അമ്മ ഇതുവരെ വന്നിട്ടില്ല പോലും. അപ്പം ഇതിനിടയ്ക്ക് വെല്ലുമേലെ വന്നിനെന്ന് പറയുമ്പോൾ അമ്മ പറയുന്നുണ്ടായിരുന്നു നമുക്ക് ഒരു ദിവസം പോകണമെന്ന്. അപ്പോൾ ഏതായാലും ഇന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുറച്ച് നാൾ കഴിഞ്ഞിട്ടല്ലേ പോകാൻ പറ്റുമോ. അതുകൊണ്ട് അങ്ങനെ ഇവിടെയും കൂടെ വരാമെന്ന് വിചാരിച്ചു. നല്ല രസമാണ് കേട്ടോ. ഈ ഒരു അമ്പലം ആയാലും എല്ലാം നല്ല രസമാണ്. ഇവിടെ ഒരു ദുർഗാദേവി ക്ഷേത്രമുണ്ട്, അതിൻ്റെ സൈഡിൽ തന്നെ ആയിട്ടുള്ളത്. അവിടെ അതിന് ചുറ്റും വെള്ളമാണ്. നമുക്കൊരു അതിൻ്റെ ഉള്ളിലേക്ക് പോകണമെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ കയറി പോകാൻ പറ്റില്ല, ചുറ്റിലും വെള്ളമാണ്. മിക്കവാറും എല്ലാ സമയത്തും അവിടെ വെള്ളം ഉണ്ടാവുകയും ചെയ്യും. നല്ല രസമാണ് എല്ലാം കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കുറേ നേരം നമ്മളവിടെ നിന്നു. പിള്ളേർ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി കളിയാണ്. നമ്മൾ നേരെ കുറച്ച് അങ്ങോട്ട് നടന്നിട്ട് വന്നോട്ടെ ഇതെല്ലാം ചോദിച്ചു. അപ്പോൾ അച്ഛൻ ആ സമയം കൊണ്ട് ഒരു വഴിപാട് കഴിച്ച് അതിൻ്റെ പായസമെല്ലാം വാങ്ങിക്കാൻ പോയിട്ടുണ്ട്. ശർക്കര പായസമൊക്കെ കഴിച്ചിട്ടുണ്ടായിന്. അമ്പലത്തിലെ പായസത്തിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ അതെല്ലാം കഴിച്ച് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. കുറേ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. സ്റ്റെപ്പ് ഇറങ്ങി വന്നിട്ടാണ് നമ്മൾ അമ്പലത്തിലേക്ക് ഇങ്ങനെ നടന്നു വരിക. അതെല്ലാം നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അച്ഛന് പരിചയമുള്ള ഒരാളെ കണ്ടിട്ട് അച്ഛനും അമ്മയും കുറേ നേരം അവിടെ നിന്നിട്ട് വർത്താനം പറഞ്ഞേ. ആ സമയം കൊണ്ട് നമ്മൾ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തു. നിച്ചുട്ടിൻ്റെയും മാളൂട്ടിൻ്റെയും ഫോട്ടോ എടുത്ത് എൻ്റെ ചേച്ചീൻ്റെയും ഫോട്ടോ എടുത്ത്. എന്നിട്ട് ഞാനത് രണ്ടാളും ഒപ്പരാക്കി. എൻ്റെ ചേച്ചീനെയും പോലെ അവർ രണ്ടാളും അങ്ങനെ വളരട്ടെ, അങ്ങനെ ഒരു ഇതായി പോയിട്ട് അങ്ങനെ കാണുമ്പോൾ അവർ നടക്കുന്നതിനെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ നമ്മളിതാ അമ്പലത്തിലെല്ലാം പോയിട്ട് വന്ന് ഡ്രസ്സെല്ലാം മാറി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഇതാ പുറത്ത് വന്നിരിക്കുകയാണ്. ചേച്ചിക്ക് ഒരു പണി കൊടുത്തിട്ടുണ്ടേ. പറയാനേ കിട്ടിയില്ല. പേരുണ്ട് കേട്ടാ, നിച്ചുവിന്റെ നാട്ടിൽ കൂടിയതാന്ന് തോന്നുന്നു. പക്ഷെ ചെറുപ്പിലൊന്നും ചീകുമ്പോ ഒന്നും വരുന്നില്ല, ഇങ്ങനെ ചെറിയതായതുകൊണ്ട് കടിക്കുന്നുണ്ടേ. അപ്പൊ പിന്നെ ഇവക്ക് ഭയങ്കര ഇഷ്ടമാണ് നോക്കാൻ വേണ്ടി. ഇല്ല, അതുകൊണ്ട് ഇവിടെ പിടിച്ചിരുത്തിയതാണ് അല്ലേ ചുട്ടി. ഇത് ഇവിടെ ഒരാളുണ്ട് കേട്ടാ, എല്ലാരും ചുറ്റും ഇരിക്കുന്നുണ്ട്. മാള ചേച്ചി പേനെ കൊല്ലാനിരിക്കുന്നുണ്ട് അല്ലേ മാളു? ഞാനും ഉണ്ട്, എല്ലാരും നോക്കുന്നു. കൊഞ്ഞോന്ന് വീഡിയോ എടുത്തിരുന്നു. വീഡിയോഗ്രാഫർ സ്പെഷ്യൽ മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടേ.
പൊന്നുണ്ട് സ്കൂളിലെ പിള്ളേർ ഫാൻസ് എല്ലാം കാണുന്നുണ്ടെങ്കിൽ പ്രണവ് UP 8 ജിയിലാണ് കേട്ടാ. ഓട്ടോഗ്രാഫായിട്ട് വേണമെങ്കിൽ 8 ജിയിലേക്ക് പോയാൽ മതി. പ്രീതി ടീച്ചർ ഇന്നലെ രാത്രി നമ്മളൊരു സാധനം മുറിച്ചിട്ടിട്ടുണ്ടായില്ലേ നമ്മളെല്ലാം ചേച്ചി. ഇതാണ് കേട്ടോ സാധനം. ഇതെന്താന്ന് വെച്ചാല് മത്തന്റെ ഇല ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ നാട്ടില് ചെറുത്തും ചപ്പ് എന്ന് പറയാ. ചെറുത്തും ചപ്പിലാന്നാണ് പറയല്. അപ്പൊ മത്തന്റെ ഇല എന്റെ വീട്ടിലുണ്ടായിന്. അപ്പൊ അച്ഛൻ പറിച്ചിട്ട് കൊടുത്തേച്ചാണ് ചേച്ചി വരുമ്പോ. നമുക്ക് ഇവിടെ അധികം ഇലക്കറിയൊന്നും കിട്ടൂലല്ലോ, അതുകൊണ്ട്. അപ്പൊ ചേച്ചി പറഞ്ഞു നാളെ നമ്മളെ അമ്പലത്തിലെല്ലാം പോയിട്ട് വരുമ്പോഴേക്ക് വൈകൂലേ, അതുകൊണ്ട് ഇന്നെന്റെ മുറിച്ച് സെറ്റാക്കി വെക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ രാത്രി മുറിച്ച് വെച്ചാണ്. അപ്പൊ അത് വറവാക്കാൻ ഇട്ടിട്ടുണ്ടേ. പിന്നെ സാമ്പാർ ഇന്നലെ അമ്മ ആക്കി വെച്ചിട്ടുണ്ട്, അതിന് അത് ഇന്ന് ഉച്ചക്കേക്ക് ഉണ്ട്. പിന്നെ മീനും എല്ലാം മേടിച്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്, അത് ഫ്രൈ ചെയ്യേ വേണ്ടു. അവിടെ വന്നിട്ട് അധികം പണിയില്ലേ. നീ ഫ്രൈ ആക്കുവാ, നിന്നെ ഞാൻ ഫ്രൈ ആക്കുന്നാല്. അപ്പൊ അതെല്ലാം ആണ് ഉച്ചക്കേക്കുള്ള ലഞ്ചിന്റെ കാര്യങ്ങള്. ചിലർക്കൊന്നും ഈ ചപ്പത്ത് അധികം വലിയ ഇഷ്ടമല്ല കേട്ടോ. ഒരു തരിതരിപ്പ് ഉണ്ടാവും ഇത് തിന്നുന്ന സമയത്ത്, ഒരു തരി. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. ഇത്ര ക്വാണ്ടിറ്റി കണ്ടിച്ച് നോക്കണ്ടേ. ഇത് വാടുമ്പോഴേക്ക് നല്ലോണം വാടി പോയിട്ട് കുറച്ച് ക്വാണ്ടിറ്റി ആയി വരുമ്പോഴേക്ക് ഉണ്ടാവുമല്ലോ. എല്ലാ ഇലയും അങ്ങനെ തന്നെ അല്ലേ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഇല. അപ്പൊ ഫുഡെല്ലാം കഴിച്ചു. അപ്പൊ എന്താ സാധനം എന്ന് വെച്ചാല് ഇതാ കാണിച്ചു തരാ. ഒരമ്പലത്തിലെ പ്രസാദാണ് ഇതാ, വിത്ത് ഒരു ചരട്, പൂജിച്ച ചരട്. മാരാരിക്കുളം ദേവസ്വം ആലപ്പുഴ അവിടുന്ന് അയച്ചിട്ടുള്ളതാണ്. ആരാന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം സജിത ചേച്ചി. ഞാൻ മുന്നേ വീഡിയോയിൽ ഒരിക്കൽ കാണിച്ചിട്ടുണ്ട്. എറണാകുളം പോയപ്പോ നമ്മള് കണ്ടിട്ട് ഓടി വന്ന് കെട്ടിപ്പിടിച്ച്, ഓർമ്മയില്ലേ. പിന്നെ നിച്ചൂട്ടിന്റെ ബർത്ത്ഡേക്ക് അമ്പലത്തിൽ പോയിട്ട് വഴിപാടെല്ലാം കഴിപ്പിച്ചു എന്നെല്ലാം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സജിത ചേച്ചി അവരുടെ അടുത്ത് തന്നെ ഉള്ള അമ്പലമാണ് മാരാരിക്കുളം അമ്പലം. അപ്പൊ അവിടെ സ്ഥിരം പോന്നെയാണ്. ഈ പ്രാവശ്യം പോയിട്ട് എനിക്ക് വേണ്ടിയിട്ട് എന്റെ പേരിൽ കഴിപ്പിച്ചതാണ് ഈ പൂജിച്ച ചരടും അതിന്റെ പ്രസാദം എനിക്ക് അയച്ചു തന്നെയാണ് കേട്ടാ. എന്നാ ഇതെല്ലാം ഞാൻ ഈ പേച്ചിയോട് പറയുമ്പോ ചേച്ചി പറഞ്ഞിട്ടുണ്ട്, എന്നാ സംഭവം ഇത്രയും നമുക്ക് തീരെ പരിചയം, നേരിട്ട് കാണാത്ത ഒരാള് ഇത്രയും നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ. പക്ഷെ എനിക്കിപ്പോ സൈതേച്ചിനെ നേരിട്ട് കാണാത്ത ആള് ഒരിക്കൽ കണ്ടിട്ടുള്ളെങ്കിലും അങ്ങനെ ഒരു സബ്സ്ക്രൈബർ എന്നുള്ള രീതിയിലല്ല കേട്ടോ. മുന്നേ പരിചയമുള്ള എന്റെ സ്വന്തം ആള്, അങ്ങനെയുള്ള ഒരു മെന്റാലിറ്റിയിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പൊ എന്നാലും ഇങ്ങനെ അയച്ചു തരുമോന്നെല്ലാം പറയുന്നത് എത്രയോ എന്തോ വലിയൊരു ഭാഗ്യമായിട്ട് തോന്നുന്നു കേട്ടാ. അപ്പൊ എന്തായാലും ഇതാ സജിതേച്ചി അയച്ചത് സേഫ് ആയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അമ്പലത്തിൽ നിന്ന് അങ്ങനെ തന്നെ പൊതിഞ്ഞു തന്നിട്ട് അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നോട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിന്. അപ്പൊ ഇതാ എന്റെ കയ്യിൽ ഭദ്രമായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മളെല്ലാരും കൂടി ഇതാ ഒന്ന് ഈവനിങ് ഔട്ടിങ്ങിന് വന്നിട്ടാണ് ഉള്ളത്. മാളിച്ചേച്ചിയെല്ലാം വെയിലത്ത് തിളങ്ങുന്നുണ്ട്, നിച്ചു ഉറങ്ങുന്നുണ്ട്. അമ്മയും അച്ഛനും വന്നിട്ടില്ല, ബാക്കി നമ്മളെല്ലാരും ഉണ്ട്. ചാൽ ബീച്ചിലേക്കാണ് വന്നത്. അവിടെ അമ്മ പിള്ളേർക്ക് കളിക്കേണ്ട പാർക്കും ഉണ്ടല്ലോ അടുത്ത് തന്നെ. നമ്മളൊരു 4:30 ആകുമ്പോഴേക്കാണ് അവിടെ ചാൽ ബീച്ചിൽ എത്തിയിട്ടുണ്ടായ ആ പാർക്കിൻ്റെ അടുത്തേക്ക്. അപ്പം ഫെസ്റ്റ് അവിടെ ഉണ്ട് എന്ന് ഇങ്ങനെ കണ്ടിട്ടുണ്ടായി ഈ വീഡിയോയിലെല്ലാം. പക്ഷെ പിള്ളേരെ മെയിൻ ഉദ്ദേശം പാർക്കിൽ കളിക്കുക എന്നുള്ളതാണ്. പക്ഷെ 4:30 അവർ പാർക്കിലേക്ക് കയറ്റിയിട്ടില്ല. 5 മണിയാകുമ്പം ഇവിടെ ഓപ്പൺ ആക്കും, ഫെസ്റ്റ് ഓപ്പൺ ആവും. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് കയറി നേരെ പാർക്കിലേക്ക് ഇറങ്ങും. എന്നിട്ട് അങ്ങനെയാണ് 4:30 ശേഷമുള്ള സെറ്റപ്പ് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ പിന്നെ നമ്മളവിടെ പോസ്റ്റായി 5 മണി വരെ ടിക്കറ്റ് എടുക്കാൻ കാത്തുനിന്ന്. 60 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ കയറി ഉടനെ തന്നെ കുറേ ഫിഷിൻ്റെ കുറേ അക്വേറിയം പോലത്തെ സംഭവങ്ങളെല്ലാം ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പിന്നെ ഈ ഗെയിംസിൻ്റെ എല്ലാം സെക്ഷൻ ഉണ്ടല്ലോ അവിടത്തേക്കാണ് ഇറങ്ങുന്നത്. വേറെ ഒന്നുമില്ല കേട്ടോ ഫെസ്റ്റിൽ, ഇത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഈ റൈഡ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് അവിടെ. അതൊന്നും ഓപ്പൺ ആയിട്ടില്ല. നമ്മളാണ് ഫസ്റ്റ് കയറിയത് അകത്തേക്ക്. അവിടുന്ന് നമ്മൾ പിന്നെ നേരെ ഇറങ്ങുന്നത് നേരത്തെ നമ്മൾ അപ്പുറത്തേക്ക് കയറാണ്ടിരുന്ന ആ പാർക്ക് ഉണ്ടല്ലോ അവിടത്തേക്ക്. അപ്പോൾ പിന്നെ ഏതായാലും പിള്ളേർ പറഞ്ഞു നമുക്ക് പോയി കളിക്കാമെന്ന് പറഞ്ഞിട്ട് ഏതായാലും അതിനാന്നല്ലോ വന്നതും. അപ്പം നിച്ചുവിനും മാളുവിനും കൊണ്ട് പാർക്കിലേക്ക് കളിക്കാമെന്ന് വിചാരിച്ചിട്ട് പോകുമെന്ന്. നമ്മൾ പെറ്റ് സ്റ്റേഷനിൽ കയറിയ എഫക്റ്റാണ് കേട്ടോ. ആദ്യത്തെ പാർട്ടിയിലുണ്ടായ ഒന്നുമില്ല, കുറേ പക്ഷികളും കുറച്ച് ഫിഷും.
അത്രയും ഉണ്ടായിട്ട്. എന്നിട്ട് പിന്നെ നേരെ കയറുന്നത് ഈ പിള്ളേരെ ഈ സെയിം എപ്പോൾ ഉണ്ടാവുന്ന ആ പാർക്കിലേക്കാണ്. അവിടെ കുറേ ഫുഡിൻ്റെ സ്റ്റാളുണ്ട് തോന്നുന്നത്, പക്ഷെ ഓപ്പൺ ആയിട്ടില്ല. പൊന്നും ഓപ്പൺ ആയോ നോക്കി ഇരിക്കുന്നുണ്ടല്ലോ. അത് ഓപ്പൺ ആവണം, അത്ര വേറെ ഒന്നുമില്ല. ഒന്ന് കാര്യമായിട്ട് ഇത്രയേ ഉള്ളൂ. പിന്നെ രാത്രി പരിപാടി ഉണ്ടോ, ഇന്നത്തെ ഡേറ്റിന് എന്തോ നാടൻപാട്ടിൻ്റെ എന്തോ സംഭവമാണ് കാണുന്നത്. അതിപ്പോൾ രാത്രി 7-8 മണിയെല്ലാം ആവുമായിരിക്കും മിക്കവാറും. പിള്ളേർ എന്തെല്ലോ മാറി മാറി കയറി കളിക്കുന്നുണ്ട്. നമ്മൾ പിന്നെ പോസ്റ്റായി. ഞാനും ചേച്ചി അവിടെ സൈഡിൽ കുറേ നേരം ഇരുന്ന് വർത്താനം പറഞ്ഞ്. പിന്നെ ഫുഡ് കോർട്ട് ഉണ്ട് കേട്ടോ, എന്തെല്ലോ സംഭവങ്ങൾ, ചായയും സ്നാക്സും, പിന്നെ വേറെ നമ്മുടെ കോളിഫ്ലവർ ബജ്ജി, അങ്ങനത്തെ മുളക് ബജ്ജി, അതെല്ലാം ഉണ്ട്. അതെല്ലാം ഓപ്പൺ ആവുന്നേ ഉള്ളൂ. ഫസ്റ്റ് ടിക്കറ്റ് എടുത്ത് ആദ്യമായിട്ട് വലതുകാലം വെച്ച് കയറിയത് നമ്മളാണ് ഇതിനകത്തേക്ക്. അതുകൊണ്ട് ഇതെല്ലാം രാത്രി പരിപാടിയിലാകുമ്പോഴേക്കല്ലേ എല്ലാവരും വന്ന് സെറ്റാവും, അതിന് വേണ്ടി സെറ്റാക്കുന്നതാണ്. ബേക്കിൽ മറ്റേ ആകാശത്തൊട്ടിലുണ്ടല്ലോ, ആ സാധനം ഉണ്ട്, അതിനെ കറങ്ങുന്നു. എനിക്കത് ഭയങ്കര പേടിയാണ് കേട്ടോ, എനിക്ക് പറ്റുകയില്ല. അത് കാണുമ്പോൾ തന്നെ പേടിയാവും. ഞാൻ ഇതുവരെ കയറിയിട്ടുമില്ല. അങ്ങനെ കുറേ ആൾ കയറി കൂക്കി വിളിക്കുന്നെല്ലാം ഉണ്ട് ബാക്കിൽ നിന്ന്. നീ ഉന്നം വെക്കണ്ട, വെറുതെ എറിഞ്ഞാ കിട്ടും. അടിപൊളി അടിപൊളി, സൂപ്പർ. പൊന്ന് വിച്ചിന് ബിസ്ക്കറ്റ് കിട്ടി, വിച്ചിന് ബിസ്ക്കറ്റ് കിട്ടിയതാ രമ്യയില് എറിഞ്ഞിട്ട്. ഇല്ല വലിയ സമ്മാനം, വലിയ സമ്മാനം ഇതാ. അത് കഴിഞ്ഞ്